ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും സ്ഥാനം വരാമെന്നത് ഒരു ബ്ലാങ്ക് ചെക്ക് അദ്ദേഹം തരുന്നത് വളരെ പോസിറ്റീവായ അപ്രോച്ചാണ്. ഇതായിരുന്നു കഴിഞ്ഞ 10 വർഷവും ഇതിനു മുമ്പത്തെ സർക്കാരിൽ നിന്ന് വേണ്ടിയിരുന്ന ഒരു ഒരു സമീപനം ഇതായിരുന്നു. ഇനി മുരളിച്ചേട്ടനും അതങ്ങനെ പറഞ്ഞെങ്കിലും അത് ജനങ്ങളെ അറിയിച്ച് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഞാനും അതിൽ നിന്ന് എനിക്ക് അതുപോലെയുള്ള അറിവ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു ഒഫീഷ്യൽ പ്രൊസീജിയറുണ്ട്. അതനുസരിച്ച് ആദ്യം മുതൽ പറയുന്നത് 2016 രാജ്യസഭയിൽ എത്തിയപ്പോൾ മുതൽ പറയുന്നത് ശ്രീ പിണറായി വിജയനോടായാലും ശരി തന്നെ ആരോഗ്യമന്ത്രിമാർ രണ്ടുപേരോടായാലും പറഞ്ഞിരുന്നത് ഇവിടെ നിന്ന് എയിംസിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സന്നദ്ധത അറിയിക്കുമ്പോൾ 5 സ്പോട്ടുകൾ അതിന് വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നൽകിയ സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ പുതുതായി സ്കീമിൽ വന്നിട്ടുള്ള എയിംസ് ലഭിച്ചിട്ടുള്ളത്. ആ ഗൈഡ് ലൈൻസുമായി അത് ഇണക്കി ചേർത്ത് 5 ജില്ലകളിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, സ്ഥലം നൽകാൻ പറ്റും എന്ന് പറയുന്ന സന്നദ്ധത അങ്ങോട്ട് അറിയിക്കണം. അതിപ്പോൾ അറിയിച്ചാൽ അടുത്ത ബഡ്ജറ്റ്, വൈകിയാൽ ചിലപ്പോൾ അതിനടുത്ത ബഡ്ജറ്റായി പോകും. ഇതെല്ലാം ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കുന്നതിന് മുമ്പ് മൊത്തം ഒരു ക്വാണ്ടം ലോഡ് അളന്നിട്ടാണ് ഇതെല്ലാം പങ്കുവെച്ച് കൊടുക്കുന്നത്. ഒരു എം പി ലാബ്സ് ഫണ്ട് 7 മണ്ഡലങ്ങളിലായിട്ട് പങ്കുവെച്ച് കൊടുക്കുന്നത് പോലെ തന്നെയാണ് നാഷണൽ ബഡ്ജറ്റിൽ നിന്ന്. അത് BJP ഭരിച്ച സംസ്ഥാനങ്ങൾക്കാണോ എയിംസ് കിട്ടിയതെന്ന് ചോദിച്ചാൽ അവർ സ്ട്രിക്റ്റായിട്ട് ഗൈഡ് ലൈൻസ് പ്രകാരം നൽകിയ ഇടങ്ങളിലാണോ അത് ലഭിച്ചത് എന്ന് നോക്കുക. അതിൽ ഒരു എയിംസ് വരുന്നത് കൊണ്ട് ഉന്നമനമുണ്ടാകുന്ന പ്രദേശങ്ങൾ ഏത്, അത് പരിഗണനയിൽ വരും. നമുക്കിന്ന് കേരളത്തിൽ അങ്ങനെ പരിഗണിക്കപ്പെടേണ്ടത് ഒരുപക്ഷെ മറ്റ് ഒരു രീതിയിലും വികസനമെത്താത്ത ഇടുക്കി, ആലപ്പുഴ ജില്ലകളാണ്. പക്ഷേ തൃശ്ശൂരിൽ നിന്നുള്ള MP ആദ്യമായി തെരഞ്ഞെടുത്ത കേരള നിശ്ചയം, അതിനൊരു മര്യാദ കൽപ്പിക്കണമെങ്കിൽ തൃശ്ശൂരിന് അത് ലഭിക്കണം. ഇതെല്ലാം ഒന്നുകിൽ പ്രാദേശികം അല്ലെങ്കിൽ രാഷ്ട്രീയപരം എന്ന് പറയുന്ന വിലയിരുത്തൽ വളരെ മോശവുമാണ്. ഇനി തൃശ്ശൂരിന് കൊടുത്താൽ പറയും അപ്പോൾ MP-മാരെ തന്നില്ലെങ്കിൽ തരില്ല എന്നും പറയുന്ന പക്ഷമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതൊന്നുമല്ല, മലയാളികൾ ഒന്നിച്ച് വിചാരിക്കണം ഞങ്ങളുടെ കേരളം എന്ന് തന്നെ വിചാരിക്കണം. അങ്ങനെ വിചാരിച്ച് കേരളത്തിൽ എവിടെ വന്നാലും നല്ലത് എന്നേ ഞാനും വിചാരിക്കുന്നു. പക്ഷേ അത് സത്യസന്ധമായ ഒരു ദുഷ്ടലാക്കമില്ലാത്ത അങ്ങനെ ചില ക്രയവിക്രയങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പ്രതലങ്ങളിലേക്ക് അത് വന്നാൽ അത് ആ പ്രദേശത്തിന് എന്തുമാത്രം ഇന്നുള്ള ബോട്ടിലിനെ അധീകരിക്കും. അതുകൊണ്ട്